ഹലോ ഹായ്. ഈ എഴുതിയിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ടോ, ജംഗിൾ ആൻഡ് ഫോറസ്റ്റ്. എന്തായാലും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയോ? ജംഗിൾ ആണെങ്കിൽ അത് കുറച്ച് തിക്കായിരിക്കും, സൂര്യപ്രകാശം ഒന്നും കടന്നു ചെല്ലാത്ത രീതിയിലുള്ള വളരെ തിക്കായിട്ടുള്ള ഹെവി വെജിറ്റേഷൻസോട് കൂടിയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ജംഗിൾ എന്ന് വിളിക്കുക. വൈൽഡ് ലൈഫ് ഭയങ്കരമായിട്ട് ഉണ്ടാവും, ഉപദ്രവകാരികളായ മൃഗങ്ങൾ, അല്ലാതെ വൈൽഡ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ മാൻ, കുരങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളല്ല. സിംഹം, പുലി, കടുവ, കണ്ടാമൃഗം, ഇങ്ങനെയുള്ള വലിയ വലിയ കുറച്ചുകൂടെ മേജർ ആയിട്ടുള്ള മൃഗങ്ങൾ വസിക്കുന്ന തിക്ക് വെജിറ്റേഷനുള്ള സൂര്യപ്രകാശമൊന്നും കടന്നു ചെല്ലാത്ത ഒരു ഏരിയനെയാണ് നമ്മൾ ജംഗിൾ എന്ന് വിളിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് അത്രയും മരങ്ങളും എല്ലാം ഉള്ളതാണ് നമ്മൾ ജംഗിൾ എന്ന് വിളിക്കുക. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര തിക്കായിരിക്കില്ല, കുറച്ച് വിട്ടൊക്കെ ആയിരിക്കും മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടാവുക. സ്റ്റിൽ കാടെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ വൈൽഡ് ലൈഫ് വലിയ കാര്യമായിട്ട് കാണില്ല. മാൻ അല്ലെങ്കിൽ മയില്, കുരങ്ങ് പോലെയുള്ള അത്ര ഉപദ്രവകാരികളല്ലാത്ത മൃഗങ്ങൾ മാത്രമേ നമ്മൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുള്ളൂ. പിന്നെ സൂര്യപ്രകാശമൊക്കെ ചെല്ലുന്ന ഒരു ഏരിയ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലും ഫോറസ്റ്റുകൾ ഉണ്ടാവും. കുറച്ച് നമ്മുടെ എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഉപയോഗമില്ലാതെ കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങളോ ഒരുപാടുള്ള സ്ഥലമൊക്കെ നമുക്ക് ഫോറസ്റ്റ് എന്ന് വിളിക്കാം. പക്ഷെ ജംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും റിയൽ കാടാണ്, ആമസോൺ കാടൊക്കെ പോലത്തെ കാടുകളാണ്. സോ ഇത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇൻഫോർമൽ ആയിട്ടോ അല്ലെങ്കിൽ സെമി ഫോർമൽ ആയിട്ടൊക്കെ പറയുന്ന വേർഡാണ് ജംഗിൾ എന്നുള്ളതൊക്കെ. ഫോറസ്റ്റ് എന്നുള്ളത് ഫോർമൽ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ നോക്കിയാൽ ഫോറസ്റ്റ് എന്നായിരിക്കും കാണാം. എന്തെങ്കിലും റിപ്പോർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഫോറസ്റ്റ് എന്നായിരിക്കും കാണാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ല, ജംഗിൾ ഡിപ്പാർട്ട്മെന്റ് കേട്ടിട്ടില്ല. സോ അങ്ങനെ അത് ജംഗിൾ എന്നുള്ളത് കുറച്ചുകൂടി ഇൻഫോർമൽ ആയിരിക്കും, ഫോറസ്റ്റ് എന്നുള്ളത് കുറച്ചുകൂടെ ഫോർമൽ ആയിരിക്കും.